മഹാഗുരു ശരണം. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അല്ലേ, ഇച്ഛായിയുടെ സോൾ പ്രസൻസ്. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സോൾ പ്രസൻസ് നമ്മൾക്ക് വീഡിയോയിൽ വളരെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മനസ്സിലായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് റിയൽ സ്റ്റോറീസ് അല്ല, ഇത് റിയൽ സ്റ്റോറീസ് ആണ്. സാറിന് വന്ന ഒരു കൺസൾട്ടേഷനും കൂടിയാണ് കേട്ടോ. ആ ചേച്ചി അത്രയും സ്നേഹത്തോടെ, അതായത് അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു, അത് അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നൊരു കപ്പിളാണ്. പക്ഷേ സ്വന്തമായിട്ടൊരു വീടൊക്കെ കെട്ടണമെന്ന് വിചാരിച്ചൊരു സ്വപ്നഗൃഹമൊക്കെ പണിതു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചത്. ആ ചേച്ചിക്കാണെങ്കിൽ വേദന താങ്ങാൻ സാധിക്കുന്നില്ല. ഒത്തിരി നാൾ അദ്ദേഹത്തിനെ ഓർത്ത് കരച്ചിലായിരുന്നു. അതിനുശേഷമാണ് ശ്രീനിവാസ പൈ സാറിനെ പരിചയപ്പെട്ട് മരണപ്പെട്ടു പോയ ആ സോൾ പ്രസൻസ് സാറിന് ഫീലാവുകയും ആ സോൾ പ്രസൻസിലൂടെ ഭാര്യയ്ക്ക് അനുഭവിച്ചു കൊടുക്കുകയും സാർ ചെയ്തു, ആ എക്സ്പീരിയൻസ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇവർ സങ്കടപ്പെടുമ്പോൾ ആ സോളും സങ്കടപ്പെടുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഇനി കരയരുതെന്നും സങ്കടപ്പെടരുതെന്നും സാറിൻ്റെ അഡ്വൈസ് മനസ്സാൽ അവർ മാനിച്ച് ഇപ്പോൾ ആ സോളിനെ അവർ എക്സ്പീരിയൻസ് ചെയ്ത് സന്തോഷത്തോടു കൂടി അവർ മുൻപോട്ട് പോവുകയാണ്. എന്താ പറയുക, ഇപ്പോൾ ആ വൈഫ് പറയുന്നത്, അവർ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഭക്ഷണം പോലും ഇന്ന് പലരിലൂടെയും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു. അതൊക്കെ അവർക്ക് വലിയ മിറാക്കിൾ പോലെയാണ് തോന്നുന്നത്. മരണപ്പെട്ടിട്ടും വേർപിരിയാൻ കഴിയാതെ ആ ആത്മാവ് ഇന്നും അവരുടെ കൂടെ ജീവിക്കുന്നു. ഇതിനൊക്കെ എന്താ പറയുക, അത്ഭുതം എന്നല്ലാണ്ട്. നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ സോൾ പ്രസൻസ് എങ്ങനെയാണ് ഫീൽ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് ഫുൾ ചാർജായിരുന്നു. ഞാൻ സാർ വരുന്നതിൻ്റെ മിക്കവാറും രാവിലെ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൻ്റെ ടൈമിൽ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വയ്ക്കും. അതേപോലെ എല്ലാം റെഡിയാക്കി വെച്ച് ഒരു ദിവസം കൂടിയായിരുന്നു അത്. പക്ഷെ എങ്ങനെയാണ് മൈക്ക് ഓഫായതെന്ന് എനിക്കറിയില്ല. റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. സാറ് വന്നു. നമ്മൾ അതിന് മുന്നേ കുറച്ച് ടോപ്പിക്സൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ടോപ്പിക്ക് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തൊട്ടിട്ട് പിന്നെ അതിൽ ക്വസ്റ്റ്യൻ ഇല്ല, കാരണം വോയിസ് ഇല്ല, മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. സാറിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ആ സമയത്ത് സാറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് കുറച്ച് നേരം വർക്കിംഗ് ആയിരുന്നു. അതിനുശേഷം മൈക്ക് വർക്കാവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കരുതി, സാറ് പറഞ്ഞത് സോളിൻ്റെ പ്രസൻസ് ആണ്, സാറിന് സോൾ പ്രസൻസ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഈശ്വര മൈക്കിന് ഇനി എന്തെങ്കിലും പ്രശ്നമാണോ, ശരിക്കും സോൾ പ്രസൻസ് തന്നെയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൈക്ക് ഓഫായി. സാറിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് ഓഫായി. മൈക്ക് ഓഫായിക്കൊണ്ടിരുന്ന സമയത്ത് സാറ് പറഞ്ഞു, അങ്ങനെ ഇട്ടാൽ ശരിയാവില്ലല്ലോ, ഈ അനുഭവം പറയണമല്ലോ, അതുകൊണ്ടിട്ട് മൈക്ക് ഓഫായാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ശബ്ദം എന്തായാലും വീഡിയോയിൽ കേൾക്കും എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. കണ്ടിന്യൂ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ, വളരെ കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് പോയി. അപ്പോൾ ഈ മൈക്ക് ഓഫായപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചത്, മൈക്ക് ഓഫായല്ലോ, അപ്പോൾ നമ്മളത് 3 വീഡിയോ ആയിട്ടാണ് എടുത്തത്. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ മൈക്ക് ഓഫായപ്പോൾ ഞാനത് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു, മൈക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഒന്ന് കുത്തി വെച്ച് നോക്കാം. ചാർജ് തീരാനൊന്നും ഒരു വഴിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ശബ്ദമില്ല, മൈക്കില്ലെങ്കിലും എൻ്റെ വോയിസ് അതിൽ കേൾക്കും, കുറച്ച് അസൗകര്യം ഉണ്ടെന്നല്ലേ ഉള്ളൂ, സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ എനിക്ക് പരിപൂർണ വിശ്വാസമായി സോൾ പ്രസൻസ് ആണെന്നുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞു, കണ്ടില്ല, ഇപ്പോൾ തീരുമാനമായി, കറണ്ടും പോയി. ആ സമയത്ത് ഒരു കാക്ക വന്നിട്ട്, ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറാണ്, അവിടുത്തെ കോറിഡോറിൽ ഒരു കാക്ക വന്നിട്ട് അവിടുത്തെ ഒരു മതിലിരുന്ന് അപ്പം തന്നെ പറന്നും പോയി. അത് ഞാൻ കണ്ടില്ല, സാറാണ് കണ്ടത്. അപ്പോൾ ശരിക്കും ഒരു സോളിൻ്റെ പ്രസൻസ് ആയിരുന്നു അത്. ആ വീഡിയോ നമ്മൾ എടുത്ത് തീരുന്നവരെ കറണ്ട് വന്നിട്ടില്ല. വീഡിയോ എടുത്ത് തീർന്ന് നമ്മൾ റെക്കോർഡിങ് മതിയാക്കിയ ഉടനെ തന്നെ കറണ്ട് വന്നു. ഇതാണെന്ന് സംഭവിച്ചത്. ചില കാര്യങ്ങളും ചില അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പല രീതിയിലും ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. ഇത് നമ്മുടെ ലോജിക് മൈൻഡ് ഉണരും, നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് പല കാര്യങ്ങളും.
ഇപ്പോൾ എനിക്ക് തന്നെ കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. കാരണം സാറിൻ്റെ കൂടെ കുറച്ച് സമയങ്ങൾ ചിലവഴിക്കാൻ സാധിക്കുമ്പം പല രീതിയിലുള്ള എനർജി പ്രസൻസ് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാനുള്ളൊരു എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ എനിക്കറിയില്ല കേട്ടോ, നമ്മുടെ പൂർവ്വജന്മ പുണ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നീട് ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് നേർസാക്ഷ്യമാണ്. എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി അങ്ങനെയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലൊക്കെ വളരെ ഭയപ്പെട്ടിരുന്നു ഓരോ കാര്യങ്ങളിലുമൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ കൊണ്ട് നമ്മൾക്ക് ഓരോന്നും അതിന് വ്യക്തമായിട്ടുള്ള രീതിയിൽ കാര്യകാരണങ്ങൾ ഉൾപ്പെടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു നമ്മുടെ ഗുരുക്കന്മാർ. എല്ലാത്തിനെയും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാതിരിക്കുക? ശരിക്കും അതിൻ്റെ റെക്കോർഡിംഗ് ടൈം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. റെക്കോർഡിംഗ് ടൈമിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഇതൊരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും തരണം എന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. നന്ദി, നമസ്കാരം. മഹാഗുരു ശരണം.